നമസ്കാരം. KSRന്റെ 17ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ടിഎയുടെ ട്രാവലിംഗ് അലവൻസിന്റെ ബാക്കി കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം നമുക്ക് പറയാനുള്ളത് ഇൻസിഡന്റൽ എക്സ്പെൻസിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ യാത്രാവേളയിൽ ഉണ്ടാകുന്ന സാധാരണ ചെലവുകൾക്കായി നൽകുന്ന തുകയാണ് ഇൻസിഡന്റൽ എക്സ്പെൻസ് അഥവാ ആകസ്മിക ചെലവ് എന്നതിന് മലയാളം ഇൻസിഡന്റൽ എക്സ്പെൻസ്. ഇൻസിഡന്റൽ എക്സ്പെൻസ് ഏറ്റവും ചുരുങ്ങിയത് അര ഡി എ ആണ് കൊടുക്കുക. അര ഡി എ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇനിയിപ്പോൾ ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഓരോ ഗ്രേഡ് ജീവനക്കാർക്കുമുള്ള ഡി എ അവരുടെ ബേസിക് പേയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേഡ് തീരുമാനിക്കുന്നത്. ആ ഓരോ ഗ്രേഡിലുമുള്ള ജീവനക്കാർക്കുള്ള ഡി എ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ ഗ്രേഡിലുള്ളവർ 600 രൂപ, 2 എയും ബിയും 500 രൂപ, 3, 4 ഗ്രേഡിലുള്ളവർ 350 രൂപ. അതാണ് ഒരു ഡി എ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസിഡന്റൽ എക്സ്പെൻസ് മിനിമം നമുക്ക് അര ഡി എ ആണ് കിട്ടുക. ഇനി ഈ ഇൻസിഡന്റൽ എക്സ്പെൻസിന്റെ പുതുക്കിയ നിരക്കാണ് ഞാൻ പറയുന്നത്. ഗ്രേഡ് 1 ഓഫീസർക്ക് 90 പൈസ പെർ കിലോമീറ്റർ. ഒരു കിലോമീറ്ററിന് യാത്രാ ചെലവായ യാത്രാ നിരക്കല്ല പറയുന്നത്, മറിച്ച് യാത്രാ ചെലവായിട്ട് ഇൻസിഡന്റൽ എക്സ്പെൻസ് നൽകുന്നത് ഗ്രേഡ് 1 ഓഫീസർക്ക് ഒരു കിലോമീറ്ററിന് 90 പൈസയാണ്. ഗ്രേഡ് 2A ജീവനക്കാർക്ക് 70 പൈസയും ബാക്കി എല്ലാവർക്കും 60 പൈസയുമാണ്. ഇത് കിലോമീറ്റർ റേറ്റ് ആണ്. അപ്പൊ ഇൻസിഡന്റൽ എക്സ്പെൻസ് കിലോമീറ്റർ റേറ്റിൽ നമുക്ക് പറയാം. മിനിമം ഇത്ര അര ഡി എ എന്നും പറയാം. അപ്പൊ ഗ്രേഡ് 1 ഓഫീസർമാർക്ക് 90 പൈസ പെർ കിലോമീറ്റർ, ഗ്രേഡ് 2A ആൾക്കാർക്ക് 70 പൈസ പെർ കിലോമീറ്റർ, ബാക്കി എല്ലാവർക്കും 60 പൈസ പെർ കിലോമീറ്റർ. ഇനി വിമാനയാത്ര നമ്മൾ പറഞ്ഞിരുന്നു. വിമാനയാത്ര എല്ലാവർക്കും ഇല്ല. അത് വിമാനയാത്ര എന്ന് പറയുന്നത് 77,200, 1,40,500 എന്ന് പറയുന്ന സ്കെയിലിനും മുകളിലുള്ളവർക്കാണ് വിമാനയാത്ര അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വിമാനയാത്രയിലാണെങ്കിൽ മിനിമം ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1 ഡി എയും മാക്സിമം ഇൻസിഡന്റൽ എക്സ്പെൻസ് 5 ഡി എയും ആയിരിക്കും. നമ്മൾ റോഡ് മാർഗമുള്ള യാത്രയെ പറ്റിയാണ് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാവലിംഗിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ട്രെയിൻ ജേണിയാണ്, റെയിൽ യാത്രയ്ക്കാണ് മുൻഗണന. എന്നാൽ ബസ് യാത്രയും നമ്മൾ ചെയ്യാറുണ്ട്, ബസ്സും ട്രെയിനും കൂടി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ റോഡ് മാർഗം യാത്ര എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്നത് ശരിക്കും ഇൻസിഡന്റൽ എക്സ്പെൻസും ഫെയറും. ഒന്നുകിൽ ഇൻസിഡന്റ് എക്സ്പെൻസും യഥാർത്ഥ ചാർജും എത്രയാണ് അതാ കിട്ടുക. അല്ലെങ്കിൽ കിലോമീറ്റർ ഫെയർ 2.5 രൂപയായിട്ട് വാങ്ങാം. ഇതിലേതാണോ വേണ്ടത് അത് നമുക്ക് റോഡ് മാർഗമുള്ള യാത്രയ്ക്ക് വാങ്ങാവുന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡി എ നമുക്ക് തരുന്നു, അതായത് ഡെയിലി അലവൻസ്, ദിനബത്ത. ഒരു യാത്രയിൽ നമ്മൾ ഹോൾട്ട് ചെയ്യേണ്ടി വരുമ്പോൾ, യാത്രയിൽ എവിടെയെങ്കിലും തങ്ങേണ്ടി വരുമ്പോഴാണ് നമുക്ക് എന്ത് അനുവദിക്കുന്നത്? ഡി എ അനുവദിക്കുന്നത്. അപ്പോൾ ഡി എ അനുവദിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ആദ്യ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ 6 മണിക്കൂർ താഴെയാണെങ്കിൽ നമുക്ക് അതിന് ഹോൾട്ട് എന്ന് പറയുന്നില്ല, അതിന് ഡി എ ലഭിക്കുന്നതല്ല. 6 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ അര ഡി എയും 24 മണിക്കൂർ വരെ 1 ഡി എയും നമുക്ക് ലഭിക്കുന്നു. ഇനി ഹെഡ്ക്വാർട്ടേഴ്സിന് പുറത്ത് ഇങ്ങനെ ദിവസേന ഉണ്ടാവുന്ന ഹോൾട്ടിന് ആവശ്യമായ ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഡി എ അഥവാ ഡി എ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിയർനെസ് അലവൻസ് ഒന്നും ആയി പോകരുത്, ഡെയിലി അലവൻസ് അനുവദിക്കുന്നത്. അപ്പോൾ ഗ്രേഡ് 1 ഓഫീസറാണ്, ഒരു ദിവസം പുറത്ത് ഹോൾട്ട് ചെയ്താൽ എത്ര കിട്ടും? ഒരു ഡി എ എന്ന് പറഞ്ഞാൽ 600 രൂപയാണ് ഗ്രേഡ് 1 ഓഫീസറിനെ സംബന്ധിച്ച്. ഓക്കെ. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന ഡി എയിൽ ചില മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥന് ചെല്ലുന്ന സ്ഥലത്ത്
ബോർഡിങ്ങും ലോഡ്ജിങ്ങും ലഭിച്ചാൽ, നമ്മൾ എവിടെയാണോ ഹോൾട്ട് അവിടെ ബോർഡിങ്ങിൽ ലഭിക്കുക, ലോഡ്ജിങ്ങിൽ ലഭിക്കുക. എന്താ ഈ ബോർഡിങ്ങും ലോഡ്ജിങ് എന്ന് പറഞ്ഞാല്? ഭക്ഷണവും ഉണ്ട്, താമസ സൗകര്യവും ലഭിച്ചാൽ അയാൾക്ക് പിന്നെ 1/4 DA മാത്രമേ കിട്ടുകയുള്ളൂ. ഇത് ചോദ്യങ്ങളാണ് കേട്ടോ ഈ പറയുന്നത്. PSC പരീക്ഷയിൽ ചോദ്യങ്ങളാണ് വരുന്നത്. ബോർഡിങ്ങും ലോഡ്ജിങ്ങും, ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം അടക്കമുള്ള താമസമാണെങ്കിൽ, ലോഡ്ജിങ്ങും താമസവും ഭക്ഷണവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ 1/4 DA മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ബോർഡിങ് മാത്രമാണെങ്കിൽ, ബോർഡിങ് മാത്രം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് 1/2 DA ലഭിക്കും. എന്നാൽ ഭക്ഷണമില്ല, ലോഡ്ജിങ് മാത്രമാണ് എങ്കിൽ 2/3 DA ലഭിക്കും. നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ബോർഡിങ് ആൻഡ് ലോഡ്ജിങ് ഉണ്ടെങ്കിൽ നമുക്ക് 1/4 DA കിട്ടും. ബോർഡിങ് ഓൺലി നമുക്ക് അവൈലബിൾ ആണെങ്കിൽ 1/2 DA കിട്ടും. ലോഡ്ജിങ് ഓൺലി ആണെങ്കിൽ 2/3 DA ലഭിക്കും. സംസ്ഥാനത്തിന് പുറത്തുള്ള താമസമാണെങ്കിൽ ഈ DAയുടെ റേറ്റ് മാറ്റമുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കേരളത്തിനകത്ത് ഗ്രേഡ് 1 ഓഫീസർക്ക് 600 രൂപ ലഭിക്കുമ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് ഗ്രേഡ് 1 ഓഫീസർക്ക് 750 രൂപയാണ് ഒരു DA എന്ന് പറയുന്നത്. ഗ്രേഡ് 2 ഓഫീസർക്ക് 650 രൂപയാണ്. കേരളത്തിനകത്താണെങ്കിൽ അത് 500 രൂപയാണ്. 3ഉം 4ഉം ഗ്രേഡ് ജീവനക്കാർക്ക് 500 രൂപയാണ് കേരളത്തിന് പുറത്ത് കിട്ടുക ഒരു DA ആയിട്ട്. എന്നാൽ കേരളത്തിനകത്തോ അത് 350 രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത്, ഒരു ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ, സ്ഥലം മാറ്റം ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ താമസം അടക്കമാണ് പറിച്ചു നടപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ സാധനങ്ങൾ, വീട്ടു സാധനങ്ങളൊക്കെ നമ്മൾ വലിയ ലോറിയിലൊക്കെ അങ്ങ് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകാവുന്ന പരമാവധി വീട്ടു സാധനങ്ങളുടെ തൂക്കം എത്രയാണെന്ന് KSRൽ കണക്ക് പറയുന്നുണ്ട്. അത് ഗ്രേഡ് 1 ഓഫീസർക്ക് 3000 കിലോഗ്രാം വരെ കൊണ്ടുപോകാം. ഗ്രേഡ് 2 ഓഫീസർക്ക് 2000 കിലോഗ്രാമും 3 ഓഫീസർക്ക് 1500 കിലോഗ്രാമും കൊണ്ടുപോകാം. അപ്പോൾ 3ഉം 4ഉം 1500 കിലോ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഗ്രേഡ് 1 ഓഫീസർക്ക് 3000 കിലോഗ്രാം വരെ സാധനങ്ങൾ ട്രാൻസ്ഫർ ആകുമ്പോൾ സ്ഥലം മാറ്റത്തിന് കൊണ്ടുപോകാം. ഗ്രേഡ് 2 ഓഫീസർക്ക് 2000 കിലോഗ്രാം വരെ കൊണ്ടുപോകാം. ഗ്രേഡ് 3 ഓഫീസർക്ക് 1500 കിലോഗ്രാം വരെ കൊണ്ടുപോകാം. ഇനി കയറ്റിറക്ക് കൂലി, ഈ ലോഡ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കയറ്റിറക്ക് കൂലി ഗ്രേഡ് 1 ഓഫീസർക്ക് 900 രൂപ, ഗ്രേഡ് 2A, B എന്നിവർക്ക് 500 രൂപ, ഗ്രേഡ് 3ഉം 4നും 450 രൂപയും ലഭിക്കും. കയറ്റിറക്ക് കൂലിയാണ്. കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന, തിരിച്ചു വരുമ്പോഴും അങ്ങനെ ലഭിക്കും. അപ്പൊ കയറ്റിറക്ക് കൂലിയായിട്ട് ഗ്രേഡ് 1 900, ഗ്രേഡ് 2AB 500, 3, 4 450 രൂപ വെച്ചും കിട്ടും. ഇനി ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസത്തെ യാത്ര 32 കിലോമീറ്റർ കൂടുതലായാൽ DAക്ക് പകരം അയാൾക്ക് മൈലേജ് അലവൻസിലേക്ക് വേണമെങ്കിൽ മാറാം. 32ൽ കൂടുതൽ കിലോമീറ്റർ റോഡ് മാർഗം യാത്ര ചെയ്താൽ അയാൾക്ക് ഒരു DA കിട്ടും. പക്ഷേ DAക്ക് പകരം മൈലേജ് അലവൻസ് അയാൾക്ക് ക്ലെയിം ചെയ്യാം. എന്താണ് മൈലേജ് അലവൻസ് എന്ന് പറഞ്ഞാൽ? ആക്ച്വൽ ഫെയർ പ്ലസ് ഇൻസിഡന്റൽ എക്സ്പെൻസ് ആണ് മൈലേജ് അലവൻസ് എന്ന് പറയുന്നത്. ഇനി 32 കിലോമീറ്റർ ഉള്ളിലുള്ള യാത്രയ്ക്ക്, 32 കിലോമീറ്റർ പുറത്തുള്ളതിന് ഒന്നുകിൽ അയാൾക്ക് DA ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് മൈലേജ് അലവൻസ് ക്ലെയിം ചെയ്യാം. 32 കിലോമീറ്ററിന് ഉള്ളിലാണ് യാത്രയെങ്കിൽ അയാൾക്ക് ഒരു DA മാത്രമേ മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഇനി സർക്കാർ സർവീസ്, സർക്കാർ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇൻസിഡന്റൽ എക്സ്പെൻസും ഹാൾട്ട് DAയും ലഭിക്കുന്നതാണ്. ഇപ്പോൾ സർക്കാർ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഇൻസിഡന്റൽ എക്സ്പെൻസ് ലഭിക്കുന്നുണ്ട്. എവിടെയാണോ നമ്മൾ ഹോൾട്ട് ആവുന്നത് അത് ഹോൾട്ട് DAയും നമുക്ക് ലഭിക്കുന്നുണ്ട്.
ഒരു ദിവസം യാത്രയ്ക്ക് ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് അര DA മിനിമവും മാക്സിമം 1 DAയുമാണ് ഉണ്ടാവുക. ഒരു ദിവസത്തെ, അത് ദൂരം കൂടുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു ദിവസത്തെ യാത്രയ്ക്ക് ഇൻസിഡന്റൽ എക്സ്പെൻസ് ആയിട്ട് മിനിമം അര DAയും മാക്സിമം 1 DAയുമാണ് നമുക്ക് ലഭിക്കുക. ഇനി ഒരു സർക്കാർ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ യാത്ര തുടങ്ങി 26 മണിക്കൂറിനുള്ളിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് തിരികെ എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഇൻസിഡന്റൽ എക്സ്പെൻസും ഹാൾട്ടും കൂടി എല്ലാം കൂടി 1 DA മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ വേറൊരു സ്ഥലത്ത് പോയി അവിടെ കുറെ സമയം തങ്ങി തിരിച്ച് അയാൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിന് സമയത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇൻസിഡന്റൽ എക്സ്പെൻസും ഹാൾട്ടും എല്ലാം കൂടി 1 DA ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഹിൽ ട്രാക്കിലാണ് യാത്രയെങ്കിൽ ഗ്രേഡ് 1ന് മൈലേജ് അലവൻസിന്റെ 25% അധികം കിട്ടും. ക്ലാസ് 2ന് ഗ്രേഡ് 2ന് 12.5% മൈലേജ് അലവൻസിന്റെ വീണ്ടും അധികം ലഭിക്കും. ഹിൽ ട്രാക്ക് ഏരിയയിലാണ് ഈ പറഞ്ഞത്. ഇനി പറയാനുള്ളത്, വിവിധ തരം ഗ്രേഡുകളിലുള്ള ജീവനക്കാരുടെ യാത്രാ ക്ലാസ്, അവർക്ക് അർഹതപ്പെട്ട യാത്രാ ക്ലാസ് എത്രത്തോളം ഉണ്ട് എന്ന കാര്യമാണ് അടുത്തത് നമ്മൾ പറയുന്നത്. ഗ്രേഡ് 1 ഓഫീസർക്ക് ശരിക്കും സെക്കൻഡ് AC ആണ്. സെക്കൻഡ് AC ആണ് ഗ്രേഡ് 1 ഓഫീസർക്ക്. ഗ്രേഡ് 2A ഓഫീസർക്ക് ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഇല്ല എങ്കിൽ അയാൾക്ക് സെക്കൻഡ് AC ക്ലെയിം ചെയ്യാം. അപ്പോൾ ഗ്രേഡ് 1 ഓഫീസർക്ക് യാത്രാ ക്ലാസ് ഓരോ ഗ്രേഡിനനുസരിച്ചാണ് യാത്രാ ക്ലാസ്. ഗ്രേഡ് 1 ഓഫീസർക്ക് സെക്കൻഡ് AC, ഗ്രേഡ് 2A ഓഫീസർക്ക് ഫസ്റ്റ് ക്ലാസ്, അതില്ലെങ്കിൽ സെക്കൻഡ് AC, ഗ്രേഡ് 2B ഓഫീസർക്ക് തേർഡ് AC, അതില്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്. 3ഉം 4ഉം ഗ്രേഡ് ജീവനക്കാർക്ക് സെക്കൻഡ് ക്ലാസ് ആണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ യാത്രാ ക്ലാസ്സിനെ പറ്റി നമ്മൾ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. അതെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ടത്, നമ്മൾ ഹെഡ്ക്വാർട്ടേഴ്സിന് പുറത്ത് ദിവസേന ബോർഡിങ്ങും ലോഡ്ജിങ്ങും ലഭിച്ചാൽ 1/4 DA, ബോർഡിങ് മാത്രം ലഭിക്കുന്നെങ്കിൽ അര DA കിട്ടും, ലോഡ്ജിങ്ങും മാത്രമേ ഉള്ളൂ എങ്കിൽ 2/3 DA ലഭിക്കും. സംസ്ഥാന പുറത്ത് DAക്ക് മാറ്റങ്ങളുണ്ട്, അത് മനസ്സിലാക്കണം. സ്ഥലമാറ്റം മൂലം വീട്ടു സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഓരോ ഗ്രേഡിലുള്ള ജീവനക്കാർക്ക് ഗ്രേഡ് 1 3000 കിലോ, ഗ്രേഡ് 2 2000, 3 1500 അങ്ങനെ. പിന്നെ കയറ്റിറക്ക് കൂലി എത്ര വെച്ചാണ്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ നമ്മൾ മനസ്സിൽ ഉണ്ടാവണം. ഗ്രേഡ് 1 ഓഫീസറുടെ യാത്രാ ക്ലാസ് ഏതാണ് അർഹതപ്പെട്ടത്, അത് സെക്കൻഡ് AC ആണ്. ഗ്രേഡ് 2A ഓഫീസർക്ക് എങ്ങനെയാണ്, അത് ലാസ്റ്റ് 3ഉം 4ഉം വിഭാഗം ജീവനക്കാർക്ക്, ഗ്രേഡ് ജീവനക്കാർക്ക് സെക്കൻഡ് ക്ലാസ് ഫെയർ ആണ് ലഭിക്കുക. ഇത് ഇത്രയുമാണ് നമ്മൾ ഈ GA എന്ന വിഭാഗത്തിൽ ഇപ്പോൾ പറയാനുള്ളത്. ഇനി പറയാനുള്ളത് നമുക്ക് ട്രാൻസ്ഫർ TA ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാവുന്നതാണ്. ട്രാൻസ്ഫർ TA, അത് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ പ്രോബ്ലം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വേണം നമുക്കൊരു പ്രോബ്ലം, ഒരു ട്രാവലിംഗ് അലവൻസ് കാണാനോ അല്ലെങ്കിൽ ടൂർ TA കാണാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്കൊന്നും പോവേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങൾ മാത്രം പഠിച്ച് നമുക്ക് ഒരു 80-85 മാർക്കിന് കിട്ടും. അപ്പോൾ എന്നാലും സിമ്പിൾ ചോദ്യങ്ങൾ മാത്രം പ്രോബ്ലംസിൽ നമ്മൾ ചെയ്യുള്ളൂ. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലാത്തതിൽ മറ്റൊരാവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ 17ാമത്തെ എപ്പിസോഡ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.